നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഡിവൈൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്. നിങ്ങളുടെ ലൈഫിനെ കണക്റ്റ് ചെയ്യാൻ ഇന്നത്തെ കറൻറ്റ് സമയം, ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ കണക്റ്റ് ചെയ്തെടുക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പോസിറ്റീവായ അഫർമേഷൻസ് എഴുതുക. ലൈഫിൽ ബ്ലോക്കേജുകൾ വരുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കേജുകളെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻസ് ആയിട്ട് തന്നെ അതിനെ കണ്ട് നിങ്ങൾക്ക് വേണ്ട പോസിറ്റീവായ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മായാവലയത്തിൽ പെട്ടുപോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയും വാക്കുകൾക്കോ പ്രലോഭനങ്ങളിലോ ചെന്ന് എടുത്ത് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും വാങ്ങാനോ കൊടുക്കാനോ മറ്റ് ക്രയവിക്രയങ്ങൾക്കൊക്കെ ഇന്ന് ചെന്ന് പെടുന്ന ആ വ്യക്തികളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ വാക്കുകളിൽ ചെന്ന് ചാടരുത് കേട്ടോ. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങളുടേതാകുന്ന ഒരു ഡിസിഷൻ, തീരുമാനം ഒക്കെ ഉണ്ടാവണം. കാരണം ഒരു വലയത്തിൽ പെടാൻ, മോഹവലയത്തിൽ പെട്ടുപോകാനുള്ള ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് ഒരു കർമ്മഫലമാണ് കേട്ടോ. പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തുള്ള ഒരു കർമ്മഫലം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ നല്ലതാണ് ചെയ്തതെങ്കിൽ നല്ലത് വരികയും മോശമാണ് ചെയ്തതെങ്കിൽ മോശം വരികയും ചെയ്യുമെന്നാണ് പറയുന്നത് നമ്മുടെ കർമ്മഫലം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മോശഫലമാണ് കേട്ടോ വരുന്നത്. നിരാശ, റോങ് ഫീലിങ്സ്, ചീറ്റിംഗ് പ്രസൻസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് എന്ന് ചിന്തിച്ച് പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ ശക്തമാകുന്ന നഷ്ടങ്ങളും മിസ്റ്റേക്കുകളും ഇമോഷണൽ ലോസ്, ഒരു സ്നേഹങ്ങൾ നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കാനൊക്കെ ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ, മറ്റുള്ളവരുടെ ഒരു പ്രഷർ, മറ്റുള്ളവർ നമ്മളെ ഓവറായിട്ട് പുഷ് ചെയ്യുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു ഡിസിഷൻ ഉണ്ടാകണം ലൈഫിൽ. അല്ലാതെ നിങ്ങൾ എടുത്ത് ചാടുക എന്നതല്ല നമുക്കവിടെ വേണ്ടത്. കാരണം ഫലമായിട്ട്, നിങ്ങളുടെ ഒരു കർമ്മഫലമായിട്ട്, പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്തുള്ള ചില വ്യക്തികളെ ആയിരിക്കും ഇന്ന് നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് ചില പ്രതികരണങ്ങൾ സ്വീകരിക്കേണ്ടി വരിക. അവരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ശക്തമാകുന്ന, അപ്പോൾ ഇത് ഏത് രീതിയിലും ആവാം. അതൊരു സപ്പോർട്ട് പോലെ ആവാം, അല്ലെങ്കിൽ ശത്രുതാ ഭാവമാവാം കേട്ടോ. അപ്പോൾ പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നടക്കും. അതൊരു ബാഡ് കർമ്മയുടെ പ്രസൻസിനാണ് മുൻതൂക്കമായിട്ട് കാണുന്നത്. അപ്പം എടുത്തു ചാടി ഒരു തീരുമാനങ്ങളിലേക്കും പോകാതെ, അല്ലെങ്കിൽ എടുത്തു ചാടി മറ്റു ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിൽക്കുക. കാരണം നിരാശയാണ്. ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. ഒരു പക്ഷേ നിങ്ങൾ വളരെ പ്രൗഡായിട്ട് കൊണ്ട് നടന്ന ചില സാഹചര്യങ്ങളായിരിക്കാം ഇമോഷണലി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തകർന്നു പോകാൻ കാരണമാകുന്നത്. ഒരു ശ്രദ്ധ കൊടുത്താൽ, ഒരു ഒരു ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആ സിറ്റുവേഷൻസിനെ മറികടക്കാം കേട്ടോ. പേജ് ഓഫ് വാൻസിൻ്റെ എനർജി വരുന്നുണ്ട്. ഒരു ജസ്റ്റിസിൻ്റെ പ്രസൻസ് ആണ് അവിടെയും കാണുന്നത്. കർമ്മ കണക്റ്റ് ചെയ്താണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കർമ്മ ബേസിലുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ലൈഫിൽ. ജസ്റ്റിസിൻ്റെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അപ്പം കർമ്മഫലം നേരിടേണ്ടി വരുന്ന, ഒരു പക്ഷേ ലീഗൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടി വരിക, ലൈഫിലെ ഒരു ബാലൻസ് തെറ്റുന്ന പോലെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക, മിത്രമായിട്ടിരുന്ന ചില വ്യക്തികൾ ശത്രുക്കളായി പോകാൻ സാധ്യതയുണ്ടാവുക,
അങ്ങനെ ഒരു പക്ഷേ നമ്മളുടെ വാല്യൂ തിരിച്ചറിയാത്ത കുറേ സാഹചര്യങ്ങളിൽ ലൈഫിൽ കണക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുക എന്നതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. ആ നിയന്ത്രണത്തിൽ ഫസ്റ്റ് നമ്മളുടെ സംസാരത്തെ, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ആത്മനിയന്ത്രണം കൊണ്ടുവരിക. ആലോചിച്ചിട്ട് മാത്രം നാളത്തേക്ക് മാറ്റി വെക്കേണ്ടതൊന്ന് നാളത്തേക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു കർമ്മഫലമായിട്ട് ഇന്നത്തെ ആ ഒരു സമയം മാറിക്കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. പേജ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തടസ്സങ്ങളെ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇന്ന് ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങളിലും ഒരു തടസ്സത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. ഒന്നിലധികം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടാതിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ തലയിൽ ഏറ്റാതിരിക്കുക. നമ്മൾ ഇറക്കി വെക്കേണ്ട, ആലോചിച്ച് സമാധാനപരമായിട്ട് മാത്രം നമ്മളുടെ അവസ്ഥയ്ക്കനുസരിച്ച്, നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രമേ ഇന്ന് എന്ത് കാര്യത്തിലും ഫോക്കസ് കൊടുക്കാവുള്ളൂ, വാഗ്ദാനങ്ങൾ കൊടുക്കാവുള്ളൂ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാവുള്ളൂ. ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ നാളേക്കൊന്ന് മാറ്റി വയ്ക്കുക എന്നതിനൊക്കെ ഒരു മുൻതൂക്കം ഇന്ന് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇമോഷണലി ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ചില ബന്ധങ്ങളിൽ നിന്നും ഇന്നൊരു മധ്യസ്ഥ ചർച്ചയൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ ഇന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു വിട്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഇന്ന് ഇമോഷണലി മാറിപ്പോകാനുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതൊരു ആക്ഷൻ്റെ ആണ് കേട്ടോ. നിങ്ങൾ എടുത്ത തീരുമാനത്തിൻ്റെ നടപടിയുടെയും പ്രശ്നം കൊണ്ടാണ് ആരെങ്കിലുമായിട്ടൊരു മധ്യസ്ഥ ചർച്ചയോ മറ്റുമുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് വേണ്ടത് ആത്മനിയന്ത്രണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റിസിൻ്റെ ഒരു സമയമാണ്. പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ചില കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർമ്മ നമ്മളെ പിടികൂടുമ്പം, അതായത് നമുക്കൊരു വീഴ്ചയാണ് എങ്കിൽ നമുക്ക് ഒരു കേസല്ല, ഒന്നിലധികം പ്രശ്നം തലയ്ക്ക് മേളിലേക്ക് വരും. കർമ്മ പിടിക്കുമ്പം നമ്മളൊന്ന് പതറുന്ന സമയത്തായിരിക്കും കർമ്മ നമ്മളെ പിടികൂടുന്നത്. കർമ്മ നമ്മളെ പിടികൂടുമ്പോൾ നാനാ മാർഗത്തിൽ നിന്നായിരിക്കും നമുക്ക് തിരിച്ചടികൾ വരുന്നത്. അതേസമയം നല്ല കർമ്മ, ഗുഡ് കർമ്മയാണ് നമ്മളെ പിടികൂടുന്നത്. ഗുഡ് കർമ്മയുടെ ഒരു ടൈമാണ്. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നാനാ മാർഗങ്ങളിൽ നിന്നായിരിക്കും നമ്മൾക്ക് സൗഭാഗ്യങ്ങൾ, സമ്പൽ സമൃദ്ധികൾ വരുന്നത്. അപ്പം ഈ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം, അപ്പോൾ ചിലർ പറയില്ലേ, ഇത് എനിക്ക് മാത്രമല്ലോ ദുരിതം, എവിടെ ചെന്നാലും എനിക്ക് ശത്രുക്കളാണ്, എവിടെ ചെന്നാലും എനിക്ക് തടസ്സങ്ങളാണ്, ഞാൻ എന്താഗ്രഹിച്ചാലും എനിക്ക് കിട്ടാതെ പോകുന്നു എന്ന് പറയുമ്പം ഈ കർമ്മ നമ്മളെ പിടികൂടുമ്പം ബാഡ് കർമ്മയാണെങ്കിൽ പിന്നെ വരുന്നതെല്ലാം നമുക്ക് മോശമായിരിക്കും. പിന്നെ നമുക്ക് നാലാ വഴികളിലും ശത്രുക്കളായിരിക്കും. പക്ഷേ ഗുഡ് കർമ്മയാണെങ്കിലോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരും. അപ്പോൾ അത് മനസ്സിലാക്കുക. കർമ്മയ്ക്ക് പിടി കൊടുക്കാത്ത വിധം നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ നമ്മളൊരു ആത്മനിയന്ത്രണം വെക്കുക. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിലതൊക്കെ ഒന്ന് വിട്ട് കളയുമ്പം അവിടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായി. ചിലതൊക്കെ എല്ലാം വിട്ട് കളയണമെന്നൊരിക്കലും പറയില്ല. ചില സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് സൈലൻ്റ് ആയാൽ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്ക് പരിഹാരമായി എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. അതുപോലെ ജസ്റ്റിസ് വീണ്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അതൊരു കരിയർ മേഖലയെ കണക്റ്റ് ചെയ്തൊക്കെയാണ് ജസ്റ്റിസിൻ്റെ എനർജി വന്നിരിക്കുന്നത്. കരിയർ മേഖലയിലൊക്കെ ഇച്ചിരി പ്രൗഡായിട്ട്, ഇച്ചിരി ശ്രദ്ധയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം നിൽക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ കരിയർ മേഖലയിൽ നിങ്ങളെക്കാൾ ഉയർന്ന സിറ്റുവേഷൻസിലിരിക്കുന്ന, നിങ്ങളെയൊക്കെ ലീഡ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആകുന്ന, അത് പെരുമാറ്റം കൊണ്ടാവാം, അല്ലെങ്കിൽ സംസാരം, അവരുടെ ആ ഒരു ഇടപെടലിലൊക്കെ നിങ്ങൾ ഒരുപാട് ഒരു മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായതയിൽ നിൽക്കുന്ന ഒരു ഫീലിങ്സ്, അതായത് ഒരു ബന്ധന അവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ ഒരു ജസ്റ്റിസ് ആണ് കേട്ടോ. അതും കർമ്മഫലമായിട്ടുള്ളതാണ്. കരിയർ മേഖലയിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ശക്തമായിട്ട് നിൽക്കുന്നുവെങ്കിൽ അതും കർമ്മഫലമായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻസാണ്. അഫർമേഷൻസ് എഴുതുക കേട്ടോ. അവരെ ഹീലാക്കാൻ വേണ്ടിയിട്ട്
അഫർമേഷൻസ് എഴുതുക. ഇപ്പോൾ ഈ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താങ്ങാൻ വയ്യാത്തൊരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു സൊല്യൂഷൻ വേണ്ട എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം കണ്ടെത്താവുന്നതാണ് നമ്മുടെ അഫർമേഷൻസ്. ആ വ്യക്തിയിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സമാധാനവും സ്വസ്ഥതയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളല്ലേ. സാമ്പത്തികം പിന്നെയാണ് നമ്മൾ പറയുള്ളൂ, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് സാമ്പത്തികമാണ്. സമാധാനവും സ്വസ്ഥതയും ശരിക്കും രണ്ടാം ചാൻസ് ആണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ സാമ്പത്തികം വരുമ്പം തന്നെ ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് വരും. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും സമാധാനവും സ്വസ്ഥതയുമാണ് നമുക്ക് വേണ്ടതെന്ന് പറയും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള അഫർമേഷൻസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. കരിയർ മേഖലയിലാണെങ്കിലും ഈ ഒരു ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങളിൽ കിടന്ന് നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അഫർമേഷൻസ് എഴുതുക. അത് നിർത്തരുത്. നിങ്ങൾ ചിന്തിക്കും പോലെ ഒരു ദിവസം 2 ദിവസം 10 ദിവസം എഴുതുമ്പോഴത്തേനും ഇത് ശരിയായില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നിങ്ങളാ എഴുതി വിടുന്നതിനെക്കുറിച്ച് നിങ്ങൾ പിന്നെ തിങ്ക് ചെയ്യണ്ട. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കേ വേണ്ട. അത് അതിൻ്റേതായ സമയമാകുമ്പം നടന്നുകൊള്ളും. നിങ്ങൾക്ക് പറ്റും പോലെ ഡെയിലി ഒരു ഇച്ചിരി സമയം, ഒരു രസകരമായൊരു കാര്യമല്ലേ എഴുതുന്നത്, സന്തോഷമുള്ളൊരു കാര്യമല്ലേ നമ്മൾ എഴുതുന്നത്. ചുമ്മാ ഒന്ന് എഴുതിക്കൊണ്ടേ ഇരുന്നോളുക. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ വെറീഡ് ആവണ്ട. അത് അതിൻ്റെ സമയത്ത് അത് നടന്നുകൊള്ളും. നിങ്ങളത് എഴുതി പൊയ്ക്കൊണ്ടിരുന്നോളുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ചേഞ്ചിങ് ഒന്നും വരുത്തണ്ട. നിങ്ങൾ നിങ്ങളുടേതാകുന്ന ജീവിത രീതിയിലേക്ക് ഫോക്കസും ചെയ്തോളുക. നിങ്ങൾ അറിയാതെ ആയിരിക്കും നിങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കേട്ടോ. ഇത് ചിലർ അഫർമേഷൻസ് എഴുതിയിട്ട് അതും നോക്കിയിരിക്കുവാണ്. ഇതെന്നെ അഫർമേഷൻസ് എഴുതിയത് കിട്ടാത്ത, അതെന്താ വരാത്ത, അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത് കേട്ടോ. അത് നമ്മൾ ഡെയിലി റൊട്ടീനായിട്ടെന്ന പോലെ അഫർമേഷൻസ് എഴുതുക, നമ്മുടെ അടുത്ത പണികൾ ചെയ്യുക, പൊയ്ക്കോളുക. പിന്നെയും പിറ്റേന്നും അഫർമേഷൻസ് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരം കിടക്കുന്ന മുമ്പോ എഴുതുക. അത് അങ്ങ് മാറ്റി വെച്ചേക്കുക. അത് അതിൻ്റെ സമയമാകുമ്പോൾ ആ പ്രോസസ്സ് നടന്നോളൂ കേട്ടോ. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പിന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രോക്കണൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ലൈഫിൽ എന്തെങ്കിലും ബ്ലോക്കേജ്, മാര്യേജ് സംബന്ധമായിട്ടോ ബന്ധങ്ങളിലൊക്കെ നല്ല എൻജോയ് ചെയ്ത് വളരെ ഹാപ്പിനെസ്സോടുകൂടി പോയെടുത്ത് ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ചതിയോ വെല്ലുവിളിയോ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, വല്ലാതെ നിങ്ങളെ ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചൊരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവിടുന്ന് പരിഹാരമാവുന്നുണ്ട് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻസ് അവസാനിച്ച് വീണ്ടും ഒരു കപ്പ് ഓഫ് ലവ് എനർജി, വീണ്ടും ഒരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ കാണുന്നത് 6-7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അതായത് കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. അതായത് ലൈഫ് സിറ്റുവേഷൻസിൽ ജീവിത പുരോഗതി വേണമെന്നുള്ള ഒരു ഫോക്കസിങ് ഉണ്ടെങ്കിലും ഒന്നിലധികം കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതിൽ കോൺസെൻട്രേഷൻ ചെയ്താലാണ് എനിക്ക് ഗുണം ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലാണ് ചിലർ നിൽക്കുന്നത്. ഒരു പക്ഷേ ബിസിനസ് ചെയ്യണോ, മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറിയാൽ മതിയോ, വിദേശത്ത് പോയാൽ മതിയോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഫീലിങ്സ് ഉണ്ടെങ്കിലും എന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്ക് തന്നെ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം കേട്ടോ. ശരിക്കും നിങ്ങളൊരു മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോവാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള ജോലി ആയാലും നിങ്ങളിപ്പം നിൽക്കുന്ന ആ ഒരു സ്ഥലവും പ്ലേസും വിട്ടു പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിൽ. കുറച്ച് പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ. നമുക്ക് എന്താണോ ഏറ്റവും കൂടുതൽ ഇന്ന കാര്യം ചെയ്താൽ അത് ഇന്ന അവസ്ഥയിൽ എത്തിക്കാൻ പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് ഉള്ളത്, അത് തന്നെ ഫോക്കസ് ചെയ്യുക എന്നാണ് എനർജിയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം നിൽക്കുന്നിടത്ത് നിന്നും പറിച്ച് നടുക, മറ്റൊരിടത്തേക്ക് മാറുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ വെച്ച് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു ടോക്സിക് ഫീലിങ്സ് ഉണ്ടല്ലോ കുറച്ച് ആളുകൾക്ക്. കയ്യിൽ ഇരിക്കുന്ന കളയാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ലാത്ത പോലത്തെ ഒരു ഫീലിങ്സിൽ കുറച്ച് പേരുടെ മനസ്സുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങൾ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കാം കേട്ടോ, നിങ്ങളൊരു വല്ലാത്ത ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഫീലിങ്സ്, സാമ്പത്തികപരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലിൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്.
ഇത് ചീറ്റിംഗ് ചെയ്യുമോ, ചതിക്കപ്പെടുമോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ സാഹചര്യത്തെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നമുക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത്, ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, അതായത് വിശ്വാസമാണല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നെഗറ്റീവാണോ സംഭവിക്കുന്നത് എന്നുള്ള ചിന്തയിലൂടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം നെഗറ്റീവ് ആയിരിക്കുമോ എന്ന ചിന്തയിലൂടെ നിങ്ങൾ ചെയ്തിട്ടോ പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല. നമ്മളെപ്പോഴും ചീറ്റിംഗ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പോലെ നഷ്ടം വരുമോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിന്നും പുറത്ത് കിടക്കുക. ഒന്നെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. സാമ്പത്തികപരമാകുന്ന ഇടപാടുകളിൽ നിൽക്കുന്ന വ്യക്തികൾക്കാണ് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ സംതൃപ്തിപ്പെടാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ നമുക്കിവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് പോകേണ്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവിടെയും നിങ്ങൾക്ക് ഒരു എന്താ പറയുക കൺഫ്യൂഷൻ, ഒരു ഉറച്ച തീരുമാനം, അത് കണ്ടിന്യൂ ചെയ്യണോ പുറത്തു പോകണോ എന്നൊക്കെ ഉള്ളൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളൊരു എന്താ പറയുക ഒരു നഷ്ടം സംഭവിച്ചെടുത്ത് നിന്നും ഇപ്പം തിരിച്ച് കയറി വരുന്ന വ്യക്തികളാവാം. പാർട്ട്ണർഷിപ്പാണ് നമുക്കിവിടെ കാണിക്കുന്നത് കേട്ടോ. ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഉണ്ട്. അതിനകത്ത് നിങ്ങളായിരിക്കാം കൂടുതൽ ബാധ്യത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ. അപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന, നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ നിൽക്കുന്ന ഒരു ഫീലിങ്സ് കാണുന്നുണ്ട്. എന്താണെങ്കിലും അവിടെ നിങ്ങളെ സംബന്ധിച്ച് ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ആട്ടോ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾ വെൽത്തിന് പ്രാധാന്യം കൊടുത്തു പോവുക ഇമോഷണലി. അതായത് ഒരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവിൽ നിൽക്കുക കേട്ടോ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നമുക്ക് ചുറ്റുമുള്ളവരെ അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കഴിവിനെയും നമ്മുടെ സാഹചര്യത്തെയും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരും കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻസിൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ആണ് കാണുന്നത് കറൻറ്റ്ലി. പക്ഷേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഒരു കാർമിക് ടൈമാണ് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ മോശം സമയമാണ്. ആ സമയത്തിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കേണ്ട ഒരു ടൈം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫാമിലി പരമായിട്ടൊക്കെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡവും സെക്യൂരിറ്റിയും സമാധാനവും അതുപോലെ ഒരു സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു ഫ്രീഡത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ചാഞ്ഞ് നിൽക്കാനോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതോ ആയ ഒരു അവസ്ഥ വരാത്ത വിധം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ബിസിനസ് രംഗത്താണെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ള ഒരു ട്രാവലിംഗ് ആണെങ്കിലും കരിയർ മേഖലയിൽ നിങ്ങൾ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് ലൈഫിനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന റിക്കവറിയാണ് കേട്ടോ. അതായത് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഇൻഡിസിഷൻ എനർജി ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളൊന്ന് വീണ്ടെടുക്കുക, നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചെടുക്കുക എന്നുണ്ട്. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ലോസായിട്ട് മനസ്സ് ഡൗൺ ആയിട്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ഫസ്റ്റ് കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ മനസ്സിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഒരു പവർഫുള്ളായ ഒരു എനർജി കൊടുക്കുക. അഫർമേഷൻസ് ഒക്കെ എഴുതുമ്പോൾ എൻ്റെ മൈൻഡ് വളരെ പവർഫുള്ളാണ്, എനിക്ക് നല്ലൊരു വിൽ പവർ എനർജിയുള്ള വ്യക്തിയാണ്, എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും മിറാക്കിൾ സംഭവിക്കുന്നു, ഞാൻ അത്ഭുതകരമാകുന്ന ഒരു സന്തോഷത്തിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. പറയുകയോ എഴുതുകയോ ചെയ്യണം. ഇഫ് യു ബിലീവ് എന്നാണ് കേട്ടോ. നമ്മളവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ എനർജി കണ്ടില്ലേ. അപ്പോൾ അവിടെ നമുക്ക് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആണ്. അവിടെ ഒരു ബ്ലോക്കേജ് ആണ് കാണുന്നത്. അതായത് ഫ്യൂച്ചർ എന്താകുമെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. പാസ്റ്റിനകത്തും ചെറിയ തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ നേതൃപാടവത്തിലൂടെ കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് മനസ്സിൽ ഭയമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക കേട്ടോ. ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സ്നേഹം മറ്റു ബന്ധങ്ങളിലൊക്കെ കുറച്ച് വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾക്ക്
നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളിലും വിശ്വാസം കൊടുക്കുക എന്നാണ്. അപ്പം ഇന്ന് വിശ്വാസവും കർമ്മയുടെയും ഒരു ദിവസമാണ്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മൾ എന്താണോ എപ്പോഴും ചിന്തിക്കുന്നത്, അത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണെന്ന് ചിന്തിക്കണം കേട്ടോ. അതുപോലെ എന്നും പറയാറുള്ള പോലെ മനസ്സിലൊരു ചോദ്യം ചിന്തിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. ആ ചിന്തിക്കുന്നതിന് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന മറുപടി എന്താണെന്നൊന്ന് നോക്കിയേക്കാം. നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന മറുപടി പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കേട്ടോ. നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചത് ആ കാര്യത്തിന് ഇപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല സമയമാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് വാങ്ങാനോ വിൽക്കാനോ എന്ത് കാര്യമായിക്കോട്ടെ, പുതിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോഴതിൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്, പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്താൽ 100% സക്സസ് ആണ് കേട്ടോ. അത് ചെറിയ സക്സസ് ഒന്നും അല്ല കേട്ടോ, അബണ്ടൻസ് ആണ് നമുക്ക് കാണുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ജോലി ആയിക്കോട്ടെ, പുതിയൊരു ജോബിൽ പ്രവേശിക്കാനായിക്കോട്ടെ, ഒരു കരിയർ ചേഞ്ചിങ് ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ച്, റിലേഷൻഷിപ്പ് പോലും ആയിക്കോട്ടെ, ഒരു റീയൂണിയൻ പ്രസൻസിനെ കണക്ട് ചെയ്തുള്ള കാര്യമോ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ കറൻറ്റ്ലി മനസ്സിൽ ചിന്തിച്ച് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് എടുത്തത്, അതിന് പറ്റിയ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അതിൻ്റെ ഫ്യൂച്ചർ അബണ്ടൻസ് ആണ് കേട്ടോ. ഏറ്റവും സന്തോഷകരമായ ഒരു സമയമാണ് കേട്ടോ.